91. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, നീടം. നീടം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 92. ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദം. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, വാഗ്വാദം. ഇവിടെ ആദേശസന്ധിയാണ് പ്രയോഗിക്കുന്നത്, ഓപ്ഷൻ സി, വാഗ്വാദം. അടുത്ത ചോദ്യം 93. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത് എന്നതാണ്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, അണിയം. അണിയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വിപരീത പദം. അടുത്ത ചോദ്യം 94. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, അധികമായാൽ അമൃതും വിഷം. ഇതാണ് ശരിയായിട്ടുള്ള പഴഞ്ചൊല്ല്. അടുത്തത് 95. ശരിയുത്തരം തിരഞ്ഞെടുക്കുക. താ വഴി. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, തായ് പ്ലസ് വഴി. അതാണ് ശരിയായിട്ടുള്ള പിരിച്ചെഴുത്ത്, തായ് പ്ലസ് വഴി, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 96. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഏകവചനം. ഓപ്ഷൻ ബി, ഏകവചനം. അടുത്ത ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിദ്യുത് ശക്തി. അതായത് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 98. ശരിയായ വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി എന്നുള്ളതാണ് ശരി, അതായത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 99. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത് എന്നുള്ളതാണ്. എനിക്ക് തലവേദനയുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഐ ആം സഫറിങ് ഫ്രം എ ഡേക്ക്. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 100. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, ജിജ്ഞാസ. ഓപ്ഷൻ എ, ജിജ്ഞാസ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം.